ബഹുമാനമുള്ള അധ്യക്ഷൻ, സ്റ്റേജ് സദസ്സിലും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, റാട്ടാർ വില്ലേജ് ഹബിൻ്റെ ഇന്നത്തെ ഈ ഇനാഗുറൽ സെഷൻ, നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ഒരു ചേഞ്ചിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. റാട്ടാർ വില്ലേജ് ഹബ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പുതിയൊരു ഇനീഷ്യേറ്റീവാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലേക്കും ഇച്ചിരി തൊട്ട് മുൻപ് നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ടെക്നോളജി അധിഷ്ഠിതമായിട്ടുള്ള കാർഷിക മേഖല കൊണ്ടുചെല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് റാട്ടാറിൻ്റെ വില്ലേജ് ഹബ്ബ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ നമുക്ക് പരിചയമുള്ളതുപോലെ കാർഷിക മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ക്ലൈമറ്റ് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു നിൽക്കാതെ മഴ പെയ്യേണ്ടതായിട്ടുള്ള ഈ മാസത്തിൽ വളരെ നല്ല ചൂടാണ്. അപ്പോൾ അതുപോലെ ഈ ചൂടുകളും കാലാവസ്ഥയും മാറുന്നതിനനുസരിച്ച് കീട അല്ലെങ്കിൽ പെസ്റ്റ് ആൻഡ് ഡിസീസുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രാക്ടീസ് ഓഫ് പാക്കേജസ്, കാർഷിക മേഖലയിൽ കൃഷി ചെയ്യുന്നതിനുള്ള മെത്തേഡുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഈ കൃഷി ചെയ്യുന്ന മെത്തേഡുകൾ മാറുമ്പോൾ തന്നെ ഇപ്പോൾ പഴയ കൃഷികൾ ട്രഡീഷണൽ അഗ്രികൾച്ചർ ഇന്ന് ലാഭകരമല്ലാതെ, അല്ലെങ്കിൽ ട്രഡീഷണൽ അഗ്രികൾച്ചർ സസ്റ്റെയിൻ ചെയ്യാതെ നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ചെറുപ്പക്കാരൊന്നും കാർഷിക മേഖലയിലേക്ക് വരാനായിട്ട് സാധിക്കാതെ. കാരണം കൃഷി ലാഭകരമല്ല. ഞാൻ ആദ്യം തന്നെ ഈ കഴിഞ്ഞ കോളേജുകളിലൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് സാറ് പറഞ്ഞല്ലോ, ഞങ്ങൾ കോളേജിലൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യം കുഞ്ഞുങ്ങളോടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയത് കൃഷിക്കാരിലേക്ക് വരാനായിട്ട് താല്പര്യമില്ലാത്ത വലിയൊരു തലമുറയാണ് ഞങ്ങൾ ആദ്യം ഫേസ് ചെയ്ത് തുടങ്ങിയത്, അഭിമുഖീകരിച്ച് തുടങ്ങിയത്. ഇന്ന് ഞാൻ സ്നേഹത്തോട് പറയട്ടെ, അല്ലെങ്കിൽ അഭിമാനത്തോട് പറയട്ടെ, ഏതാണ്ട് ഒരു 8-9 കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഇവിടെ വില്ലേജ് ഹബിൻ്റെ ഫാർമർ ഫ്രണ്ട് ഇനീഷ്യേറ്റീവിനകത്ത് ജോയിൻ ചെയ്ത് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. അതുപോലെ 4 കുഞ്ഞുങ്ങൾ കേരളത്തിന് വെളിയിലുള്ള ഊട്ടിയിലെ കോളേജിൽ നിന്ന് ഇൻറ്റേൺസായിട്ട് ഇവിടെ നിന്ന് നമ്മളിവിടെ ആയിട്ടുണ്ട്. അപ്പം കേരളത്തിനകത്തും പുറത്തും ചെറുപ്പക്കാരെ ഈ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരാനായിട്ട് റാട്ടാറിൻ്റെ ഈ ചെറിയ കാലത്തെ പ്രവർത്തനങ്ങൾ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ ഈ സമയത്ത് ഓർക്കുകയാണ്. ഇവരെയൊക്കെ നാളെ ഇവർക്കൊക്കെ നല്ല അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട്, ഇവർക്കൊക്കെ നല്ല വരുമാനങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട്, അതായത് ഇവർ പഠിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് മികച്ച വരുമാനം ഉണ്ടാക്കി കൊടുക്കുവാൻ തന്നെ ഉള്ള പ്രൊജക്റ്റുകളാണ് റാട്ടാർ വില്ലേജ് ഹബിൽ കൂടെയും റാട്ടാർ അഗ്രി ഇന്നോവേഷൻ ഹബ് എന്ന് പറഞ്ഞ കോളേജുകളിൽ ചെയ്യുന്ന ഇനിഷ്യേറ്റീവിൽ കൂടെ ഒക്കെ ചെയ്തെടുക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്നതാണ് ജിക്കു സാർ എന്ന് പറയുന്നത്. ഞാൻ പഠിച്ച കോളേജ് കൂടെ ആയതുകൊണ്ട് റാന്നി കോളേജാണ് ഞാൻ ആദ്യമായിട്ട് MOE സൈൻ ചെയ്ത കോളേജ്. അതിന് ഏറ്റവും കൂടുതൽ തന്നെ സഹായിച്ചത് ജിക്കു സാറാണ്. ജിക്കു സാറിൻ്റെ IDCയുടെ സപ്പോർട്ട് അന്ന് ഇവിടെ സ്റ്റുഡൻസൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഓരോ കോളേജുകളിലും ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് 8-9 കോളേജോളം നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കോളേജുകളിൽ ഈ അഗ്രി ഇന്നോവേഷൻ ഹബ്ബ് ആരംഭിക്കാനായിട്ട്. അപ്പം ഞാൻ അഗ്രി വില്ലേജ് ഹബ്ബിലേക്ക് ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പല കാലഘട്ടത്തിലും പ്രധാനപ്പെട്ട പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അത് എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. ആവിയഞ്ചൻ ഒരു വലിയ മാറ്റമായിരുന്നു ലോകത്തിലെ മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വയം കഴിവുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആവി എഞ്ചിൻ ഉണ്ടായപ്പോൾ അതെല്ലാം ആവി എഞ്ചിനിലേക്ക്, അല്ലെങ്കിൽ ആവിയുടെ സഹായത്തോടുകൂടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിനുശേഷം ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് ഒരു വലിയ വിപ്ലവമായിരുന്നു. ഈ ഇലക്ട്രിസിറ്റി വന്നതിന് ശേഷം 1950-60 കാലഘട്ടങ്ങളിൽ കമ്പ്യൂട്ടർ ഒരു വലിയ വിപ്ലവം കൊണ്ടുവന്നു. അതിനുശേഷം ടെക്നോളജിയുടെ AI പോലെയുള്ള ടെക്നോളജികൾ വലിയൊരു വിപ്ലവം കൊണ്ടുപോകും. പ്രിയമുള്ളവരെ, ഇതിനെ നമ്മൾ വ്യവസായ വിപ്ലവങ്ങളെന്നാണ് നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നത്. ഈ വ്യവസായ വിപ്ലവത്തിൻ്റെ 5ാം ഘട്ടത്തിലേക്ക് കാലൂന്നി നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ജനറേറ്റീവ് AI എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എജന്റിക് AI എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതാണ് ഇന്നത്തെ ഈ ഒരു 5ാം വിപ്ലവത്തിനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സുകളായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെ കർഷകർക്ക് ഈ ടെക്നോളജികൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും? അതിപ്പോൾ ഈ ടെക്നോളജിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഞാൻ പഠിച്ചത് ഇതൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ കൃഷി ചെയ്തത്, എൻ്റെ അപ്പച്ചൻ കൃഷി ചെയ്തത് ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളത് സത്യാവസ്ഥയാണ്. അതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് കൃഷിയിൽ സാറ് മുമ്പ് പറഞ്ഞതിനോട്ട് ആധുനിക ടെക്നോളജികൾ ഉപയോഗിക്കാതെ കൃഷി ലാഭകരമാക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ഇതിൽ എന്തെങ്കിലും ഒക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞങ്ങൾ നടത്തിയ സ്റ്റഡി അനുസരിച്ച് കേരളത്തിൽ 95% ആൾക്കാർ നഷ്ടത്തിൽ കൃഷി ചെയ്യുകയും 5% ആൾക്കാർ ലാഭത്തിൽ കൃഷി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തിൽ കൃഷി പൊതുവെ നഷ്ടമാണെന്ന് പറയുമ്പോൾ തന്നെ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ വളരെ നല്ല രീതിയിൽ ലാഭകരമായി കൃഷി ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിച്ചു വിടാൻ സാധിക്കില്ല.
അപ്പോൾ അതിനകത്ത് വളരെ ഇവിടെ മുമ്പിലൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്, ഇവരുടെയൊക്കെ ഫാമുകളിലൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകാനായിട്ട് ശ്രമിച്ചു. അപ്പം നമ്മൾ പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, കൃഷി ലാഭകരമാകണമെങ്കിൽ ടെക്നോളജി അധിഷ്ഠിതമായിട്ടുള്ള കാർഷിക മേഖല ആവശ്യമാണ്. അത് അങ്ങനെ ചെയ്യാനായിട്ട് ഓരോ വില്ലേജിലെ എൻ്റർപ്രണേഴ്സിനെയും സഹായിക്കുക എന്നുള്ളതാണ് ഈ വില്ലേജ് ചെയ്യുന്നത്. ഇത് പുതിയ തൊഴിലവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കുന്നതാണ്. കർഷകർക്ക്, ഉൽപ്പാദകർക്ക്, വിപണനക്കാർക്ക് അങ്ങനെ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ് നമ്മുടെ ഈ വില്ലേജ് ഹബ്ബ് എന്ന് പറയുന്നത്. കാർഷിക മേഖലയിൽ ഡേറ്റ അധിഷ്ഠിതമായിട്ടുള്ള കാർഷിക മേഖല ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് റാട്ടാർ വില്ലേജ് ഹബ്ബിൽ കൂടെ ചെയ്തെടുക്കുന്നത്. ഇവിടെ നമുക്ക് കാലാവസ്ഥയ്ക്ക് മുൻകൂട്ടി അറിയാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ വിത്തിൻ്റെ MLA എത്തിക്കോളൂ. ഞാനിതൊന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ ഈ ടെക്നോളജികൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മുൻകൂട്ടി നിങ്ങളുടെ കാലാവസ്ഥയെ പ്രവചിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നു. റാട്ടാറിൻ്റെ വളരെ സ്നേഹം. ഞാൻ ഈ ഒരു കാര്യം MLAയുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ, പ്രത്യേകിച്ച് ഞാനൊരു പ്രൊജക്റ്റ് പോലെ പ്രിപ്പയർ ചെയ്ത് MLAയ്ക്ക് കൊടുത്തു, എന്താണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. അത് വളരെ വിശദമായിട്ടത് വായിച്ച്, ജോയ്സെ അത് നല്ലതാണ്, നീ മുമ്പോട്ട് കൊണ്ടുപോകൂ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ ഒരു വാക്കാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ കൂടാനായിട്ട് ഇന്ന് കാരണമായത് എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പം ഇങ്ങനത്തെ ഇതിനൊരു പ്രചോദനം തന്ന, ഇങ്ങനെ ഒരു വില്ലേജ് ഹബിൻ്റെ ഇനിഷ്യേറ്റീവുകളിലേക്കൊക്കെ കൂടുതലായിട്ട് ചെയ്തോളാൻ പറഞ്ഞുള്ളൊരു വാക്കാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. അത് വളരെ സ്നേഹത്തോടെ ശ്രീ അഡ്വക്കേറ്റ് പഴകുളം മധു സാറിനെ ഈ ഒരു മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. ഞാൻ ഒന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പം കാർഷിക മേഖലയിൽ ഡേറ്റ അധിഷ്ഠിതമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ഭാവി ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡേറ്റ അധിഷ്ഠിതമായിട്ട് മാറുമ്പോൾ എന്താണ് കർഷകനുള്ള നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ കാലാവസ്ഥ മുൻകൂട്ടി അറിയുവാൻ, അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ, അല്ലെങ്കിൽ റബ്ബർ ആയാലോ വാഴ ആയിക്കോട്ടെ, അല്ലെങ്കിൽ തെങ്ങായിക്കോട്ടെ, ആ തെങ്ങിനെ എന്താണ് ഞാൻ അടുത്ത ആഴ്ച ചെയ്യേണ്ടത് എന്ന് അറിയുവാൻ ആവശ്യമായിട്ടുള്ള ടെക്നോളജി സിസ്റ്റം ഇന്ന് ലോകത്ത് അവൈലബിളാണ്. ഇങ്ങനെയുള്ള ടെക്നോളജി സിസ്റ്റം ഇന്ന് നമുക്കിവിടെയും അവൈലബിളാണ്. അതുപോലെ വിത്തിൻ്റെ ക്വാളിറ്റി അറിയാനായിട്ട് നമ്മൾ പലപ്പോഴും വിത്ത് വിതച്ചതിന് ശേഷം, അല്ലെങ്കിൽ വിത്ത് നട്ടതിന് ശേഷം, തൈ വെട്ടതിന് ശേഷം 3 വർഷമോ 5 വർഷമോ കഴിയുമ്പോൾ അയ്യോ എനിക്ക് ഫലം ഉണ്ടാകുന്നില്ലല്ലോ എന്ന് നോക്കിയിരിക്കുന്ന കർഷകരെ കണ്ടിട്ടുണ്ട്. പക്ഷേ വിത്ത് നടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വിത്തിൻ്റെ ക്വാളിറ്റി അറിഞ്ഞ് കൃഷി ചെയ്യാനായിട്ട് കർഷകനെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് എവിടെ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട്, ഞാൻ എന്ത് ചെയ്താൽ എവിടെയാണ് എനിക്ക് മാർക്കറ്റ് കിട്ടുമെന്നത് മനസ്സിലാക്കിക്കൊണ്ട് കർഷകന് കൃഷി ചെയ്യാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനായിട്ട് വില്ലേജ് ഹബ്ബും റാട്ടാറിൻ്റെ ടെക്നോളജി പ്ലാറ്റ്ഫോമും നിങ്ങളെ സഹായിക്കും. അതുപോലെ കീടരോഗങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയുവാനായിട്ട്, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നതിൽ 90% ആൾക്കാരും അഗ്രികൾച്ചറിനകത്ത് എക്സ്പേർട്സുകളൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ അവർക്ക് പലപ്പോഴും ഒരു ചെടിയോ ഒരു വൃക്ഷമോ അത് ഉണങ്ങിക്കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും അതിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരം എന്താണ് അന്വേഷിച്ച് ഓടി നടക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ വളരെ തീവ്രമായി മാറിക്കഴിയും. മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാകുന്ന അസുഖങ്ങൾ പോലെ തന്നെ ചെടികൾക്കും അസുഖങ്ങളുണ്ടാകും. അതിനനുസരിച്ചുള്ള മാറ്റങ്ങളനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഇലയ്ക്കുണ്ടാകുന്ന, അതിൻ്റെ തണ്ടിനുണ്ടാകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ടിനുണ്ടാകുന്നതായിട്ടുള്ള മാറ്റങ്ങളനുസരിച്ച് ചെടിയുടെ മാറ്റങ്ങളെ മുൻകൂട്ടി അറിയുന്ന ടെക്നോളജിയിൽ നിന്ന് അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള ടെക്നോളജികൾ ചെറുകിട കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് റാട്ടാർ വില്ലേജ് ഹബ്ബ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ അവരുടെ പ്രവാസികൾക്ക് അവരുടെ സ്ഥലങ്ങൾ, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ കേരളത്തിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ MP കഴിഞ്ഞ നടത്തിയ ഒരു മെസ്സേജിനകത്ത് ഉണ്ടായിരുന്നത് 66,000-ഓളം വീടുകൾ പത്തനംതിട്ട ജില്ലയിൽ മാത്രം അടഞ്ഞു കിടക്കുന്നു എന്നാണ്. അപ്പോൾ അത്രമാത്രം സ്ഥലങ്ങൾ ഉൾപ്പെടെ പ്രവാസികളുടേത് ഇന്ന് അന്യാധ്യാനം പെട്ട്, അല്ലെങ്കിൽ അത് ഉൽപ്പാദനമില്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് സമൂഹത്തിന് വളരെ ഒരു നഷ്ടമാണ്. പക്ഷേ ആ സമൂഹത്തിനൊരു നഷ്ടമായി തീരുമ്പോൾ തന്നെ അത് ചെറുപ്പക്കാർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതാണ് റാട്ടാർ ഹബ്ബിൽ കൂടെ ഞങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ കിടക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ, വെറുതെ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങളെ അവരവരുടെ തന്നെ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടോടുകൂടി വില്ലേജ് ഹബ്ബുകളിൽ കൂടെ ഇതിനെ കൃഷി ചെയ്ത് ഉൽപ്പാദനം ആക്കി മാറ്റത്തോടുൾപ്പെടെ അവർക്ക് ഇതിൻ്റെ ഉടമസ്ഥന് വളരെ നല്ലൊരു മാർജിൻ, അല്ലെങ്കിൽ നല്ലൊരു ലാഭം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ടും ഈ വില്ലേജ് ഹബ്ബുകൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുമ്പിൽ നമുക്ക് അനേകം സാധ്യതകളുണ്ട്. നമുക്കറിയാം, കൃഷി ഇന്ന് പണ്ടത്തെ പോലെ ഫുഡിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മേഖല മാത്രമല്ല. കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ
ഫുഡിനെക്കാട്ടിലും മറ്റ് അനേക മേഖലകളിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കോസ്മെറ്റിക്സ് ഏരിയ ആയിക്കോട്ടെ, ന്യൂട്രോസ്യൂട്ടിക്കൽസ് ആയിക്കോട്ടെ, പ്രോട്ടീൻ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ആനിമൽ ഫീഡ് ആയിക്കോട്ടെ, ഈവൻ നമ്മളിറിയാം നമ്മൾ ഇന്നിപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോളിനകത്ത് പോലും ഫുഡിൻ്റെ നമ്മുടെ ഗ്രെയിൻസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഫുഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ബയോ ഡീസൽ, ബയോ പെട്രോൾ, അങ്ങനെ പല ധാരാളം സ്കീമുണ്ട്. അപ്പം ഈ ഫുഡുകളിലും ഫുഡിൻ്റെ വേസ്റ്റിൽ നിന്നുമൊക്കെ മറ്റനേക ഇൻഡസ്ട്രി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എങ്ങനെ നമ്മുടെ കർഷകർക്ക് നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങൾ നടത്തിയ ഒരു സ്റ്റഡിയിൽ നിന്നെടുത്തിച്ച് നമ്മുടെ കുട്ടനാട് പാടശേഖരങ്ങളിൽ മാത്രം ഏതാണ്ട് ലക്ഷക്കണക്കിന് ടണ്ണിൻ്റെ കച്ചിയാണ് ഒരു വർഷം വേസ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ മാത്രം ബയോഡീസലാക്കി മാറ്റിയാൽ തന്നെ കോടിക്കണക്കിന് രൂപകളുടെ പ്രൊഡക്റ്റ് ബയോഡീസൽ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളൊരു അതൊരു വ്യക്തമായൊരു സ്റ്റഡി ഈ റിസൾട്ടിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ധാരാളം വേസ്റ്റുകളെ നമുക്ക് കാശായിട്ട് മാറ്റാനും പറ്റും. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് വില്ലേജ് ഹബ്ബിൽ കൂടി ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് നമ്മുടെ ചലഞ്ചുകൾ, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഒരു 4 വർഷത്തെ നിന്നും ഒരു സംശയത്തോടെ നോക്കുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിലുണ്ട്. അതിന് പകരം സംശയങ്ങൾ ധാരാളം ഉണ്ടാകാം, മനുഷ്യരാണ് സംശയങ്ങളുണ്ടാകാം. പക്ഷേ വിവേകത്തോടെ നമുക്കതിനെ പ്രവർത്തിച്ച് വിവേകത്തോടെ അതിനെ അനലൈസ് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് എനിക്കത് നന്മയായി മാറുന്നതെന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഈ പ്രസ്ഥാനങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ, കാരണം ഇത് ഒരാൾക്കോ ഒരു വ്യക്തിക്കോ 2 വ്യക്തിക്കോ മാത്രം ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. ഒരു സമൂഹം ഒരു ക്ലസ്റ്ററുകളായിട്ട് ഒരു കൂട്ടായ്മയായിട്ട് നിന്ന് മാത്രമേ നമുക്ക് ഈ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശക്തിയോടുകൂടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ കൂട്ടായ്മയായിട്ട് നിന്നിട്ട് നമുക്ക് ഈ പ്രവർത്തനങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വില്ലേജ് ഹബ്ബുകൾ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ ഇത് അഗ്രികൾച്ചറിന് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ ഉതകുന്നതാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ നാടിൻ്റെ ഒരു വികസനം, ചെറുപ്പക്കാർക്കുള്ള ഒരു വരുമാന മാർഗം, ഇതിൽ ഓരോ വില്ലേജ് ഹബ്ബിൽ നിന്നും നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നെങ്കിൽ ഓരോ വില്ലേജ് ഹബ്ബും 2, 3, 4, 5 ലക്ഷം രൂപയൊക്കെ കപ്പാസിറ്റി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറുപ്പക്കാരെ നമുക്ക് ഓരോ മാസവും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഓരോ പഞ്ചായത്തിലും ഓരോ വില്ലേജ് ഹബ്ബുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ളത്. ഈ വില്ലേജ് ഹബ്ബുകളിനെ കൂടെ ചേർത്തുകൊണ്ട് കോമൺ ഫെസിലിറ്റി സെൻ്ററുകൾ ഉണ്ടാകണം. അതിന് നമുക്ക് MLA-മാരുടെ സപ്പോർട്ടൊക്കെ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വില്ലേജ് ഹബ്ബുകളും കോമൺ ഫെസിലിറ്റി സെൻ്ററും ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ താലൂക്കുകളിലും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ നാട് മാറും. നമുക്കുണ്ടാകുന്ന എന്ത് കൃഷി ഉൽപ്പന്നങ്ങളും അത് മുമ്പ് സാറ് പറഞ്ഞിട്ടോ ഉണക്കിയോ അത് ഫ്രീസ് ചെയ്തോ അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വാല്യൂ അഡീഷൻ ചെയ്തോ ഒക്കെ മാറ്റുവാനായിട്ട് പല ഇൻഡസ്ട്രിക്ക്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെയുള്ള പല ഇൻഡസ്ട്രിക്ക് റോ മെറ്റീരിയലായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ കൃഷിയെ ഒരു അനന്തമായിട്ടുള്ളൊരു സാധ്യതയുള്ള ഒരു മേഖലയാക്കി മാറ്റുവാനായിട്ട് വളരെ പർപ്പസ്ഫുള്ളായിട്ട് വളരെ പ്ലാനോടുകൂടി അതിൻ്റെ എല്ലാ മേഖലയെയും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സോയിൽ മാനേജ്മെൻറ്റ് തൊട്ട് ഇപ്പം ഞങ്ങളുടെ ഒരു സോയിൽ ന്യൂട്രീഷൻ സിസ്റ്റം ഞങ്ങളിന്ന് ഇവിടെ ഇനാഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഈ കോളേജുകളിലൊക്കെ ഇന്റേൺഷിപ്പ് നടത്തിയപ്പോൾ ഈ വർഷം ഏതാണ്ട് 3500-ലധികം ഫാർമേഴ്സിനിടയിൽ ഞങ്ങൾ സർവേ നടത്തി, റാന്നി ഉൾപ്പെടെ. ഇവിടെ ചെയ്ത കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർ പോയ ഫീൽഡുകളൊക്കെ ഇവർക്ക് ഒരു പക്ഷേ പറഞ്ഞു തരാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ട ഒരു വലിയ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ 99% കർഷകരും സോയിൽ മണ്ണ് ചെക്ക് ചെയ്തിട്ടല്ല കൃഷി ചെയ്യുന്നത്. അത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യാതെ ഒരു മനുഷ്യൻ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് അവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് സോയിൽ ചെക്ക് ചെയ്യാതെ നമ്മൾ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ അവരുണ്ടാകുന്നത് വളരെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെ സോയിൽ ടെസ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള മെഷീനുകൾ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സാറ്റലൈറ്റ് ടെക്നോളജി വെച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പല മേഖലയിൽ ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് റാട്ടാർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റാട്ടാറിനോട് ചേർന്ന് വില്ലേജ് ഹബ്ബുകൾ നിങ്ങൾക്ക് ഓരോ പഞ്ചായത്തിലും ആരംഭിക്കാം. കോളേജുകൾക്ക്, പ്രസ്ഥാനങ്ങൾക്ക്, പ്രവാസി സംഘടനകൾക്ക്, സർവീസ് സഹകരണ ബാങ്കുകൾക്ക് അല്ലെങ്കിൽ കൃഷി കൂട്ടായ്മകൾക്കൊക്കെ റാട്ടാറിനോട് ചേർന്ന് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ ക്രമീകരിക്കുന്നെങ്കിൽ പാമ്പുപിടിച്ച കമ്പനികൾക്ക് എല്ലാവർക്കും അതിൻ്റെ എല്ലാ ടെക്നോളജിയും സപ്പോർട്ടും അതിനെ അക്കൗണ്ടിങ് അതിൻ്റെ കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഫുള്ളി അത് കേപ്പബിളാണ് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ റാട്ടാറിനോട് ചേർന്ന് കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലെ കാർഷിക മേഖല കാർഷിക മേഖലയിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കുവാനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.